വിശുദ്ധ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. എല്ലാവരും നോമ്പുകാലത്തിൻ്റെ തിരക്കിലായിരിക്കും. ഉപവാസം എടുക്കണം, നോൺ വെജ് വിഭവങ്ങളൊക്കെ കുറച്ചത് കാരണം മറ്റു കറികൾ കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് ചിന്തകളും തിരക്കുകളും നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും. അതോടൊപ്പം തന്നെ കുരിശിൻ്റെ വഴിയും ഈശോയുടെ സഹനത്തെക്കുറിച്ച് ഉള്ള ചിന്തകളുമെല്ലാം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. സഭയും നമ്മളും നമ്മുടെ കൂട്ടുകാരും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും നോമ്പുകാലം അടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ നോമ്പുകാലത്തില് എന്തൊക്കെയാണ് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈശോയോട് കൂടി നേട്ടത്തിൻ്റെ രക്ഷാകരമായ ഒരു നോമ്പുകാലം നമുക്ക് ഉണ്ടാകുവാനായി എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് ക്ഷമിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെപ്പോഴും ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഞാൻ ക്ഷമിച്ചു, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് മറക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്, ബാധിക്കാതിരിക്കുമ്പോഴാണ് അത് ക്ഷമിച്ചു എന്നതിന് ഒരു ഫലമുണ്ടാകുന്നത്. അതുപോലെ തന്നെ കരുണയോടുകൂടി കുടുംബാംഗങ്ങളോട് ഇടപെടാൻ, സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോ ദിവസവും നമുക്ക് ഫേസ് ചെയ്യാനൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ നോമ്പ് കാലത്തിന് അർത്ഥമുണ്ടാകുന്നത്. കുറേ ഭക്ഷണ സാധനങ്ങൾ മാറ്റിവെച്ചതുകൊണ്ടോ കുറേ ഇഷ്ടങ്ങളെ കൊന്നുകളഞ്ഞതുകൊണ്ടോ നോമ്പാകണമെന്ന് നിർബന്ധമില്ല. ഉദരത്തിലേക്ക് പോകുന്നതല്ല, വായിലൂടെ ഉദരത്തിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരു മനുഷ്യനെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത് എന്ന് തമ്പുരാൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം. ഈ നോമ്പ് കാലത്തെ നേട്ടങ്ങളുടെ കാലമാക്കി മാറ്റാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയുടെ സന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നീ വന്നത് ഞങ്ങളെ രക്ഷിക്കാനാണ്. നീ സഹിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. നീ കുരിശിൽ മരിച്ചത്, പീഡ അനുഭവിച്ചത് ഒക്കെ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കാതിരിക്കാൻ, ഞങ്ങൾ വേദനിക്കാതിരിക്കാൻ, ഞങ്ങൾ നശിക്കാതിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അതെല്ലാം ചെയ്തു. അങ്ങയുടെ കരുണയുടെ ദിനങ്ങൾ ഓർത്തുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാനും കരുണയോടെ പെരുമാറുവാനും അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്കുള്ളതെല്ലാം നൽകുവാനുമുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.